അല്ലെ BJP സംഘപരിവാർ സംഘടനയാണോ അല്ലയോ? ഒന്ന്. രണ്ട്, മോദി മികച്ച ഭരണാധികാരി ആണോ അല്ലയോ? ഈ അഭിപ്രായം UDF-ന് ഉണ്ടോ ഇല്ലയോ? കാരണം ഈ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചയാളാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. ആ അഭിപ്രായം UDF-ന്റെ പ്രതിനിധിയായ ബിന്ദു കൃഷ്ണയ്ക്ക് ഉണ്ടോ ഇല്ലയോ? അത്രമാത്രം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മുടെ ഒരു ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? 10 വർഷക്കാലം പ്രഖ്യാപനങ്ങൾ നടത്തി എന്നുള്ളതല്ലാതെ തന്റെ ഇനിഷ്യേറ്റീവിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന് ഉള്ളിലേക്ക് ഒരു സിംഗിൾ പ്രോജക്റ്റ് പോലും തന്റെ ഇനിഷ്യേറ്റീവിൽ കൊണ്ടുവരാൻ കഴിയാത്ത ജനപ്രതിനിധിയാണ് പ്രേമേന്ദ്രൻ എന്നുള്ളത് അറിയാം. അദ്ദേഹം ഒരു വികസന രേഖ ഇറക്കി. ഇനിയിപ്പോ കേരളം മൊത്തം അദ്ദേഹം വികസിപ്പിച്ചത് പറയുമെന്നറിയില്ല. നാഷണൽ ഹൈവേയുടെ വികസനം കേരളത്തിലെ ഒരു MPയും തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടു. നാഷണൽ ഹൈവേയുടെ വികസനം തന്റെ നേട്ടമാണെന്ന് അപാര തൊലിക്കെട്ടി തന്നെ. അതുപോലെ കൊല്ലം കോർപ്പറേഷനിൽ ഈ നേരത്തെ ജൻഡ്രമായിരുന്നു, ഇപ്പൊ അതിന്റെ പേര് അമൃത. 2012 കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കോർപ്പറേഷൻ ഒപ്പുവെച്ച പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് അന്ന് ഇദ്ദേഹം MP പോലുമല്ല. ആ പ്രോജക്റ്റും തന്റേതാണെന്ന് വികസന രേഖ അടിച്ചു വെച്ചിരിക്കുക. യാതൊരു ഉളുപ്പുമില്ല. മറ്റൊന്ന് കൊല്ലം ബൈപ്പാസിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു, UDF-ന് ഒരു പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. UDF-ന് പങ്കുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കൊല്ലം ബൈപ്പാസ് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ്. ആ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി സെൻട്രൽ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇവിടെ പീതാംബരക്കുറുപ്പ് MP ആയിരിക്കുമ്പോ അദ്ദേഹം ഇനിഷ്യേറ്റീവ് ചെയ്തു. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും, സാധാരണ ബൈപ്പാസ് സെൻട്രൽ ഗവൺമെന്റാണ് ചെയ്യേണ്ടത്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും 50-50 എന്നുള്ള കരാർ ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ പീതാംബരക്കുറുപ്പ് MP ആയിരിക്കുമ്പോഴാണ്. അംഗീകരിക്കുന്നു. പക്ഷേ പീതാംബരക്കുറുപ്പ് MPയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ആയി ഈ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇദ്ദേഹം ഏത് മുന്നണിയിലാ? അന്ന് ഇദ്ദേഹം LDF-ലാണ്. അപ്പൊ ഈ കരാറിൽ വല്ല പങ്കുണ്ടോ? ഇല്ല. രണ്ട്, ആ പദ്ധതി പൂർത്തീകരിച്ചത് അന്ന് 15% പ്രവർത്തനം മാത്രമാണ് അന്ന് തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് മാറി. 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നു. സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് ആ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ മാത്രമേ റീഇംബേഴ്സ്മെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്യത്തേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെന്റ് ആ പദ്ധതി ഏറ്റെടുത്തു, അതിന് പണം മാറ്റിവെച്ചു, കൊല്ലം ബൈപ്പാസിന്റെ പണി പൂർത്തീകരിച്ചു. ഈ പത്രികയിൽ പറയുന്നതൊക്കെ കള്ളമാണ്. പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ചപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ, ജി സുധാകരന്റെ നേതൃത്വത്തിൽ പണി പൂർത്തീകരിച്ചത് LDF ഗവൺമെന്റ്. അന്ന് ഇദ്ദേഹം ഏത് മുന്നണിയില? അന്ന് UDF-ൽ. അപ്പൊ കരാറുണ്ടാക്കിയതിലും പങ്കില്ല, പണി പൂർത്തീകരിച്ചതിലും പങ്കില്ല. എന്നിട്ടും എന്റെ വകയാണെന്നാണ് പറയുന്നത്. എന്തോ ഒരു തൊലിക്കെട്ട്. ആ തേണ്ടി RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം?